ഇതിപ്പോൾ തലശ്ശേരി നിന്നാട്ടോ ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. തലശ്ശേരി ടു കൂർഗ് ഹൈവേ ആണിത്. തലശ്ശേരിയിൽ നിന്നും കുശാലനഗറിലേക്ക് ഏകദേശം 125 കിലോമീറ്റർ ദൂരമുണ്ട്. തലശ്ശേരിയിൽ നിന്ന് ഇരിട്ടിയിലേക്ക് പോയിട്ട് അവിടുന്ന് നേരെ ഗോണിക്കുപ്പയിൽ നിന്ന് മൈസൂർ റോഡ് കയറി രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് വഴിയാണ് കുശാലനഗറിലേക്ക് എത്തിച്ചേരേണ്ടത്. കുശാലനഗറിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററാണ് വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ബുദ്ധിസം മെയിൻ കേന്ദ്രമായിട്ടുള്ള ബൈൽകുപ്പയിലോട്ട് എത്താനായിട്ട്. ഒന്നൊന്നര ആക്സിഡൻ്റ് കേട്ടോ. ഒമ്പോ ടാറ്റാൻ്റെ വണ്ടിയാണ്. ശരിയായ എഡ്ജ് കേട്ടോ ഇത്. ഇതിൻ്റെ കംപ്ലീറ്റ് മറിഞ്ഞ ഡ്രൈവർ എങ്ങനെ പുറത്ത് വന്നാവോ. നോക്കിയാൽ കുഴിഞ്ഞു പോയി മൊത്തത്തിൽ. ഗിയറില വണ്ടിയുള്ള എനിക്ക് തോന്നുന്നു പുള്ളി അവിടെ നിന്നേ വന്നിട്ട് കൺട്രോൾ ആയില്ലെന്ന് തോന്നുന്നു കേട്ടോ. നേരെ കൊണ്ട് ചാർത്തി കൊടുത്ത് വണ്ടി ഇവിടുന്ന് വന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇറങ്ങി നേരെ ആ വളവിങ്ങനെ വളച്ച് വന്നിട്ട് നേരെ പോയി കൊടുത്താൽ അപ്പോൾ ഇതാണ് ഗോൾഡൻ ടെമ്പിൾ കേട്ടോ. ഗോൾഡൻ ടെമ്പിളിൻ്റെ എൻട്രി ആണിത്. അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ ഉള്ളിൽ പോയി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് കയറാൻ ടിക്കറ്റൊന്നും വേണ്ടാന്ന് തോന്നുന്നു. പക്ഷേ അവിടെ പാർക്കിങ്ങിന് വണ്ടിക്ക് ചാർജ് കൊടുക്കണം. ബൈക്കിന് 20, കാറിന് 50 അങ്ങനെ ഇങ്ങോട്ടാണ്. ഞാൻ ഉള്ളിൽ പോയി ബാക്കി കാണിച്ചു തരാം. ഇവരെ മൊണാസ്ട്രിയും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. എല്ലാം കൂടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഹോസ്റ്റലും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട് കേട്ടോ. ഇത് മൊത്തത്തിൽ ഇവരൊരു കോളനി തന്നെയാണ്. കംപ്ലീറ്റ് ടിബറ്റൻ കോളനിയിലാണിത്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. പിനൂരോ റിംപോച്ചെ എന്ന ആളാണ് ഗോൾഡൻ ടെമ്പിൾ 1963 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിബറ്റൻ ബുദ്ധിസം ടീച്ചിങ്ങിൻ്റെ വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു സെൻറ്ററാണ് ബൈൽകുപ്പയിൽ ഈ സ്ഥിതി ചെയ്യുന്ന ഗോൾഡൻ ടെമ്പിൾ. നംഡ്രോലിംഗ് മൊണാസ്ട്രി അഥവാ ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഇവിടെ 16,000 റെഫ്യൂജീസും പിന്നെ ഏകദേശം 600ഓളം മോങ്സും താമസിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ 4 ഇവരുടെ ഈ ഒരു അമ്പലങ്ങളുണ്ട് കേട്ടോ. വലിയ വലിയ അമ്പലങ്ങളുണ്ട്. ഇതിൽ 3 എണ്ണത്തേക്ക് നമുക്ക് എൻട്രി കിട്ടും. പിന്നെ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റിൽ കാണുന്ന ഈ ഫസ്റ്റ് വണ്ണിൽ നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. അവിടെയാണെന്ന് തോന്നുന്നു അവരെ വലിയ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ഇപ്പം എന്തെങ്കിലും പൂജ നടക്കുന്നുണ്ടോ ആക്ച്വലി. പിന്നെ അത് വലിയൊരിതാണ്. അതിനകത്ത് നമുക്ക് എൻട്രി ഉണ്ട്. അതിനകത്ത് അവർ പൂജയും കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. അതൊരു ഹോള് മാറി കാണുമെന്ന് തോന്നുന്നു അവരുടെ. ഇതിൻ്റെ അകത്തും ഇതിൻ്റെ ബാക്കിലും പൂജ ഉണ്ട്. പിന്നെ അവിടെയും പൂജയുണ്ട്. അവിടെ കംപ്ലീറ്റ്ലി എൻട്രി ക്ലോസ് ആണ്. പിന്നെ ഇതാണ് കേട്ടോ. ഇതാണ് ഇവരെ മെയിൻ ടെമ്പിൾ. ഇതാണ് കേട്ടോ. ഇതാണ്ടോ മുഖ്യ ദേവാലയ മെയിൻ ടെമ്പിൾ ഇതാണ്. അവിടെ നമുക്ക് എൻട്രി ഇല്ല. പിന്നുള്ളത് വജ്രക്കിയാല ടെമ്പിൾ അതാണ്. പിന്നെ ഇവിടെ ഇത് ഈ രണ്ടാണ് ഈ ടെമ്പിൾ. പിന്നെ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലും ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഇതിലാണ് അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു മെയിൻ കാണുന്ന ഒരു ടെമ്പിൾ ഇതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഈ കാണുന്ന 3 ഗോൾഡൻ സ്റ്റാച്യൂസാണ്.
ഈ സ്റ്റാച്യൂസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത് പ്യൂർ ഗോൾഡ് വെച്ചിട്ടാണ്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഉച്ചക്കൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ ഏകദേശം 1 മണിയാകുമ്പോഴത്തേക്കും ഇവരുടെ സ്പെഷ്യൽ പ്രെയറൊക്കെ നിങ്ങൾക്ക് കേൾക്കാനും കാണാനായിട്ട് പറ്റും. ഗൈസ്, ഇവിടെ അവരൊരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ടിബറ്റിലുള്ള അവരെ ടെമ്പിളിൻ്റെ ആ ഒരു മിനിയേച്ചറാണ് അവരിവിടെ ഉണ്ടാക്കി വെച്ചത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഇതിന് റിപ്ലിക്ക ഓഫ് ദ പാൽയുൽ മൊനാസ്ട്രി ഇൻ ടിബറ്റ് കേട്ടോ. ടിബറ്റിലുള്ള അവരെ പാൽയുൽ മൊനാസ്ട്രീൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് 1980 കേട്ടോ ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളവർ. നെബോറു റിംപോച്ചെയാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ എല്ലാ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നാൽ അവൈലബിൾ ആണ്. അവർ കറക്റ്റായിട്ട് തന്നെ എഴുതിയിട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇംഗ്ലീഷിലും ഉണ്ട്, വേറെ ഭാഷയിലുണ്ട്. ഈ സ്റ്റോണ് സേക്രഡ് സ്റ്റോൺ ബ്ലെസ്ഡ് ബൈ ഹിസ് ഹോളിനെസ് ഡ്രുബാങ് പേമ നെബുറു റിംപോച്ചെ നോർബു റിംപോച്ചെ എന്നായിട്ടുള്ള ഒരു ഹോളി സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഇവിടെ 1, 2, 3 മെയിൻ ടെമ്പിളാണ് കേട്ടോ ഉള്ളത്. അതിൽ 1, 2, 3, 4 ടെമ്പിളൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് കറക്റ്റായിട്ട് നോക്കട്ടെ. ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എൻട്രി ഫീ പോലും ഇല്ലാഞ്ഞിട്ടും അത്രക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയേണ്ടതില്ല. ഗൈസ്, പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂർഗിലോ അല്ലെങ്കിൽ മീൻസ് നിയറസ്റ്റ് കൂർഗ് ആ റേഞ്ചിൽ എവിടെയെങ്കിലും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം പോയി കാണണമെന്നുണ്ടെങ്കിൽ മീൻസ് ഞാൻ പോയി കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് പറ്റുന്നതാണെങ്കിൽ ആ മാക്സിമം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും അത്രത്തോളം വീഡിയോ കവർ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ കൂട്ടുകാരന്മാരായിട്ട് പ്ലാൻ ചെയ്യുന്ന സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. എവിടെയാണെങ്കിലും പോയി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ.